അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മഫിനാണ് കേട്ടോ. എഗ് മഫിനാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. കാരണം അതിൽ എഗ്ഗ് മാത്രമല്ല കീമയും കൂടി വരുന്നുണ്ട്. നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കിപ്പോൾ എഗ് മഫിൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, സവോള എല്ലാതും 1/4 കപ്പ് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യണം. പിന്നെ ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കീമയാണ്, ബീഫിൻ്റെയാണ് കേട്ടോ. അതും എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി, 2 ടേബിൾ സ്പൂണ്. പിന്നെ അതിലേക്ക് കീമ ഇട്ട് കൊടുക്കുക. കീമ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ കീമ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാണ്ട് വെജിറ്റബിൾസ് കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിലത്തെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കീമയും വെജിറ്റബിൾസും കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പൊക്കോട്ടെ, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. തണുത്ത പാലായാലും കുഴപ്പമില്ല, തണുക്കാത്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് വിസ്ക് ചെയ്യുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള വെജിറ്റബിൾസും കീമൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് ബട്ടർ നല്ല പോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ബട്ടർ ഉണ്ടായിക്കോട്ടെ, എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിലിക്കോണിൻ്റെ ഒക്കെ ട്രേ ആണെന്നുണ്ടെങ്കിൽ അത്രയും ബട്ടറിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഓരോ കയ്യിൽ ഫുള്ളായിട്ട് വേണ്ട 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മിക്സ് ഒഴിച്ചു കൊടുക്കുക. ദോശമാവ് കുഴിക്കുന്ന കയ്യിലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുഴിയുള്ള കയ്യിലെടുത്താൽ മതി. എന്നിട്ടൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. ഒരു ടിഷ്യൂ വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമുക്കിത് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെടിയിച്ച് കൊടുക്കുക, ഒരു ടീസ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു സിലിക്കോൺ മോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. മൊസറല്ല ചീസൊക്കെ ഇട്ടിട്ടുള്ളതാണല്ലോ, അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് അങ്ങനെയും ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും. നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.